പല ആളുകളും ട്രേഡ് മാർക്ക് അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗൂഗിളിൽ ആഡ് കണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു ആഡ് കണ്ട്, ഞാൻ അവർക്ക് എൻ്റെ ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങൾ മൊത്തം ഞാൻ അവർക്ക് ഷെയർ ചെയ്തു, പേയ്മെൻറ്റും അയച്ചു കൊടുത്ത്, പക്ഷേ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തില്ല. ഇതിൻ്റെ കാരണക്കാരൻ ആരാണ്? നിങ്ങൾ തന്നെയാണ്. ഒരു ട്രേഡ് മാർക്ക് അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ലോങ് പ്രൊസീജിയറാണ്. 14 to 18 മാസം എടുക്കുന്ന ഒരു ടൈം പ്രൊസീഡിങ്സ് ആണ്. ഇത് നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ഇന്ന് നമുക്ക് ഒരു സ്ഥാപനം ഉണ്ടെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ ഇൻസ്റ്റാ പേജ് നമുക്ക് ചെക്ക് ചെയ്യാം, അവർ ഗൂഗിൾ അക്കൗണ്ട് നോക്കാം, അവർ മുന്നേ ചെയ്തിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ റിവ്യൂ കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. അതിൻ്റെ ശേഷം മാത്രം നമ്മൾ അപ്ലിക്കേഷൻ കൊടുത്താൽ മതി. ട്രേഡ് മാർക്കിനെ സംബന്ധിച്ചിട്ട് ഒരിക്കലും നമ്മൾ റേറ്റ് നോക്കി ഒരു ഏജൻസിനെ ഏൽപ്പിക്കരുത്. നമ്മൾ കൊടുത്ത ട്രേഡ് മാർക്ക് അപ്ലിക്കേഷന് നാളെ ഒരു ഒബ്ജക്ഷൻ വരിക, ഹിയറിംഗ് വരിക, ഓപ്പോസിഷൻ വരിക, ഇങ്ങനെ എന്തെങ്കിലും സിനാരിയോസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത ഏജൻസിക്ക് ആ വർക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റുകയും വേണം, നമുക്ക് അതിനുള്ള സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ആ ഏജൻസിയിൽ നിന്ന് കിട്ടുകയും വേണം. ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഏജൻസി ആണോ എന്നുള്ളത് ചെക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രം ആ ഏജൻസിക്ക് നമ്മളെ ബ്രാൻഡ് നെയിം രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി കൊടുക്കുക. നിങ്ങൾ ട്രേഡ് മാർക്ക് അപ്ലിക്കേഷൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.